ഫസ്റ്റ് ഓവറിൽ തന്നെ അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് കിട്ടേണ്ടതായിരുന്നു. ഋഷഭ് പന്ത് ആ ക്യാച്ച് കൈവിട്ടു. പ്രഭ്സിമ്രാൻ സിംഗ് ഈ മത്സരത്തിൽ 60+ റൺസാണ് നേടിയിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് അർജുൻ ബോൾ എറിയാൻ വരുന്നത് ആറാമത്തെയോ ഏഴാമത്തെയോ ഓവറിലാണ്. ആ ഓവറിൽ അദ്ദേഹം എറിഞ്ഞ ഫസ്റ്റ് ഓവറിൽ തന്നെ ഒരു കീപ്പർ ക്യാച്ച്, ഈസി ക്യാച്ച് ആയിരുന്നു. അതിൽ പ്രത്യേകിച്ചിട്ട് കൺഫ്യൂഷനോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷനോ ഒന്നുമില്ല. ആ ക്യാച്ച് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് കൈവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ ഓവറിൽ തന്നെ ആ വിക്കറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പഞ്ചാബിന്റെ ചേസ് കുറച്ചുകൂടി പ്രശ്നമാവുമായിരുന്നു. കാരണം ആദ്യത്തെ 6-7 ഓവറിൽ ശ്രേയസ് അയ്യർ ഉള്ള സമയത്ത് പോലും അവരൊരു അത്ര പോസിറ്റീവ് ആയിരുന്നില്ല. നമ്മൾ വിചാരിച്ചതുപോലെ തുടക്കത്തിൽ 2 വിക്കറ്റുകൾ പോകും. അതെ, തുടക്കത്തിൽ ഷമിയുടെ ഓവറിൽ നമ്മുടെ പ്രിയാൻ ഷാരി അദ്ദേഹം വീണ്ടും 0 പുറത്താവുന്ന നമ്മൾ കണ്ടു. കൂപ്പർ കോണോലിയെ ഷമി തന്നെ ബോൾഡാക്കി. അപ്പം അതെ, ആ സമയത്ത് അവർ തകരുന്നൊരു ഘട്ടമായിരുന്നു. അർജുൻ ഉൽക്കറുടെ പന്തിൽ ഈ പ്രഭ്സിമ്രാൻ പുറത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരത്തിന്റെ ഗതി വേറൊന്നായി മാറിയേനെ. ആ സമയത്ത് നന്നായിട്ട് തന്നെ അർജുൻ പന്തെറിഞ്ഞു. പിന്നീട് അർജുൻ പ്രഭ്സിമ്രാനെ അദ്ദേഹം ഒരുപക്ഷെ ഒരു 20 അദ്ദേഹത്തിന് ആ വിക്കറ്റ് ഈ ഋഷഭ് പന്ത് ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് ആ ഒരു വിക്കറ്റ് കിട്ടാതെ പോയത്. പിന്നീട് ഇതേ പ്രഭ്സിമ്രാനെ അദ്ദേഹം LBW കുരുക്കുന്ന കാഴ്ചയൊന്നും കണ്ടു. അതും ഒരു കൃത്യമായിട്ടുള്ളൊരു ഓർക്കറായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഏറ്റവും ഹൈ എന്നുള്ളത്, ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് എന്നുള്ളത് അർജുൻ ടെണ്ടുൽക്കറുടെ ആ വിക്കറ്റാണ്. തീർച്ചയായിട്ടും. ഞാൻ ആ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഇന്നത്തെ ഒരു പിതാവെന്ന നിലയിലുള്ള ഒരു പോസ്റ്റ്, വെൽ ഡൺ അർജുൻ, പ്രൗഡ് ഓഫ് ദ വേ യു ഹാവ് ക്യാരിഡ് യുവർസെൽഫ് ത്രൂ ദിസ് സീസൺ, ഓൾവേസ് ബിലീവിംഗ് ഇൻ യുവർ എബിലിറ്റി. അതായത് ഇതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പറയാം, സച്ചിൻ ടെണ്ടുൽക്കർ എന്നെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ ഒരു ടീമിന് വേണ്ടിയിട്ട് സ്വന്തം മകനെ റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായും അദ്ദേഹം ആ 11-ൽ കളിക്കുമായിരുന്നു, ആ ടീമിൽ ഫസ്റ്റ് ചോയ്സ് കിട്ടുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചെയ്തിട്ടില്ല എന്നതാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന മഹാനായ താരത്തിൻ്റെ ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹം മകന് വേണ്ടി അവൻ്റെ കഴിവിൽ നീ വിശ്വസിക്കൂ, നീ പൊരുതി നേടൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണോ അത് ഇന്നലെ സാധ്യമാക്കിയിരിക്കുന്നതാണ്.